ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. പക്ഷെ നീ ഒരു വട്ടം പോലും അതിനുള്ള ഉത്തരം തന്നില്ലല്ലോ അല്ലേ? എന്തേലും ചോദിച്ചാൽ മിണ്ടായിരിക്കും. വെറുതെ എന്നെ കളിപ്പിക്കുകയാണോ നീ? ഞാൻ ആരാന്ന് നിനക്കറിയാലോ. വേദാന്ത് മേനോനാണ്. ഗെയിം കളിക്കുന്നതിൽ ഞാൻ നിന്നെക്കാളും ബ്രില്യന്റ്. ഇനി നീ എന്നെ കളിപ്പിക്കുകയാണെങ്കിൽ നീ ഇഷ്ടം തുറന്നു പറയുന്നവരെ ഞാൻ മിണ്ടത്തില്ല. നിന്റെ റൗഡീസ് ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. സുമേഷ്, എന്താ തന്റെ പ്രശ്നം? ഒന്ന് സമാധാനമായിട്ട് സ്വപ്നം കാണാൻ സമ്മതിക്കില്ല. ഞാനും ആ കഴുതക്കുട്ടി. അതെന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ ബോസ്. കണ്ടിന്യൂ ചെയ്യ് ബോസ്. കേട്ടിട്ടും എന്റെ ചെവിയെ എനിക്ക് തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്, എന്താ തന്റെ പ്രശ്നമെന്ന്. അതല്ല ബോസ്, നിങ്ങൾ എന്തോ സ്വപ്നം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തന്റെ തലയ്ക്ക് വെളിവില്ലാന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ തന്റെ ചെവിക്കും പ്രശ്നമാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായോ? ബോസ് പറഞ്ഞത് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ കേട്ടു. 5 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജോലി ചെയ്യാം. എന്നാൽ ലാസ്റ്റ് 1 വർഷം കൊണ്ട് ഇദ്ദേഹം അർജുനെ പോലെ ഗെറ്റപ്പിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അമൂല്യ മേഡത്തിന്റെ കൂട്ടുകെട്ടിന്റെ അല്ലല്ല, നമ്മുടെ ബോസിന്റെ വായാടിയുടെ കൂട്ടുകെട്ട്. നോക്കേതാ കേറി വന്നിട്ട് ഇപ്പൊ താൻ എന്താടോ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല ബോസെ, അതെന്റെ ചെവി എന്നല്ല, ഒരു കണ്ണിന്റെ ഡോക്ടറിന് അല്ല ചെവി ഡോക്ടറെ കാണിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഞാനൊരു ഇന്റർനാഷണൽ ക്ലയന്റുമായിട്ട് സംസാരിക്കായിരുന്നു. അവർക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുമ്പോഴാ താൻ വലിഞ്ഞു കയറി വന്നത്. തനിക്ക് എന്താ ഇപ്പൊ കാര്യം? നിങ്ങളുടെ ദേഷ്യം തണുക്കുന്നതിന് മുൻപ് ഈ കോഫി തണുത്തു പോകാൻ സാധ്യതയുണ്ട്. എന്താടോ ഈ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? എന്നെ മനസ്സിൽ തെറി വിളിക്കായിരിക്കും അല്ലേ? ഞാനോ നിങ്ങളെ വഴക്ക് പറയാനോ? അങ്ങനെ ഞാൻ ചെയ്യുവോ ബോസെ? ബിരിയാണി തരുന്നവരെ പറ്റി പറയാൻ പാടില്ലാത്തൊക്കെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ അഡ്മിൻ വന്നിട്ടില്ലെങ്കിലും എന്താ ബോസ്, നിങ്ങളുടെ PA നിങ്ങൾക്ക് വേണ്ടി ദ സ്പെഷ്യൽ ബ്ലാക്ക് ടീ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുക. വിത്ത് ന്യൂ ട്രെൻഡ് ഷുഗർ ഡിപ്പ്. ടേസ്റ്റ് നോക്ക്. ഒരു സിപ്പിൽ നിങ്ങളുടെ ദേഷ്യം മാറും. ഈ റിയാക്ഷൻ വളരെ മോശമായിട്ടാ ഉള്ളത്. എന്താ ബോസ്, നന്നായിട്ടില്ലേ? നന്നായി എന്ന് പറയുന്നതിനേക്കാളും ഭേദം ഞാൻ വല്ല പച്ചവെള്ളം എടുത്ത് കുടിക്കുന്നതാ. ഇത് ഞാൻ കുടിക്കുന്ന ബ്ലാക്ക് ടീ പോലേ ഇല്ല. എത്ര വെള്ളം ഒഴിക്കണം, എത്ര പഞ്ചസാര ഇടണമെന്നൊക്കെ തനിക്കൊന്നും അറിയില്ല അല്ലേ? എനിക്ക് നല്ല ബോസേ, ഈ ലോകത്തിൽ ആർക്കും ബോസിന്റെ ടേസ്റ്റ് മനസ്സിലാവത്തില്ല. നിങ്ങളുടെ രീതി വേറെയല്ലേ, നിങ്ങളുടെ ടേസ്റ്റും വേറെ. വലിയ ഷെഫ് ഒന്നും ഉണ്ടാക്കിയ പോലും നിങ്ങൾക്ക് പറ്റില്ല. ആര് പറഞ്ഞു ആർക്കും അറിയില്ലെന്ന്? അമൂലിക്ക് അറിയായിരുന്നല്ലോ എല്ലാം. അവളിടുന്ന കോഫി എന്റെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ഉണ്ടായിരുന്നത്. അതറിയാം, വിട്ടേക്ക്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാ ഇപ്പോഴേ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താണോ ആലോചിക്കുന്നേ? താൻ കുടിച്ചോ, ഇതെനിക്ക് വേണ്ട. ബെസ്റ്റ് കൊമേഡിയനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള എന്നെ കൊണ്ട് ബോസിന്റെ മുഖത്ത് ചിരി പോയിട്ട് ഒരു മന്ദഹാസം പോലും കൊണ്ടുവരാൻ പറ്റിയില്ല. ബോസിന്റെ മനസ്സ് മുഴുവൻ ആ വായാടി മേഡം തന്നെയാ ഉള്ളത്. മേഡം, ബോസിന് ഇനി എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ മേഡം തന്നെ വരണം. നിങ്ങൾ വെറും ഗ്രേറ്റ് അല്ല മേഡം, നിങ്ങൾ വേറെ ലോകത്തിൽ നിന്ന് വന്നതാ. സുമേഷേ, എന്നാലും ഇതൊക്കെ ചെയ്യാൻ ചേട്ടനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതിലെന്ത് ശരിയായിട്ടത്തിയുള്ളത്? അവനത് കൈ കിട്ടിയിട്ട് വേണ്ടേ? അവൻ എന്തിനു കയ്യിൽ കിട്ടണം? അത് അല്ല അമ്മോ, ഒന്ന് ചമ്മിയിട്ടുണ്ടല്ലോ. അതെന്താ ചേച്ചി, എനിക്ക് ചമ്മാനൊന്നും പാടില്ലേ. പിന്നെന്താ, ഏട്ടത്തിനെ ആൺകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നെ? അയ്യോ, അങ്ങനെ ഒന്നുമില്ല അമ്മോ. അതൊക്കെ ഇരിക്കട്ടെ, ബട്ട് അവനെന്തിനു കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞ അതാദ്യം പറ. ഐ എം വെരി എക്സൈറ്റഡ്. ആക്ച്വലി ഞാനും ഏട്ടത്തി അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയ എന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. റിയലി? അതെ ഏട്ടത്തി, ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. നീ
എങ്ങാനും നീ വിചാരിച്ച കാര്യം സാധിച്ചാ ഞാൻ ഏതൊക്കെ നേർച്ച കഴിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് നീ വിചാരിച്ച കാര്യം ചെയ്യാൻ നോക്ക് പ്ലീസ്, നിനക്ക് പുണ്യം കിട്ടും. പക്ഷെ അത് വിചാരിച്ച പോലെ അത്ര ഈസി അല്ലേ ഏട്ടത്തി. ഞാൻ എന്തായാലും പറയാന്ന് വിചാരിച്ച വേഗം വന്നത്. പക്ഷെ അവൻ ഓഫീസിലേക്ക് പോയിരിക്കുവല്ലേ. എന്റെ ചെക്കൻ സാധാരണക്കാരനൊന്നും അല്ലല്ലോ. ഈ കാര്യം നീ മനസ്സ് വെച്ചാ മാത്രമേ എല്ലാ കാര്യങ്ങളും റെഡി ആവുള്ളൂ അമ്മു. അവൻ നിന്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിട്ടേക്ക്. നീ തന്നെ അവന്റെ അടുത്തേക്ക് ചെല്ല്. വീടാണെങ്കിൽ വീട്, ഓഫീസെങ്കിൽ ഓഫീസ്. ഇവിടെ വാ, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞ അവൻ എന്റെ വാക്ക് കേക്കു ഏട്ടത്തി. ലവില് ഞാൻ നിന്നേക്കാ സീനിയർ ആണ് മോളെ. ദിസ് ഓൾവേസ് വർക്ക്സ്. ആദ്യ ആദ്യ നിനക്കിനി അങ്ങനെ വലിയ ബെഡ് റെസ്റ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ആരതി തന്നെ നിന്റെ കാര്യമൊക്കെ നോക്കിക്കൊള്ളു. അമൂല്യ വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോട്ടെ. അതാ കുടുംബത്തിനൊരു സഹായമാവുമല്ലോ. അമ്മേ, അവളെന്നെ നോക്കുക മാത്രല്ലല്ലോ, എനിക്കെപ്പോഴും നല്ല കമ്പനിയും തരുന്നുണ്ടല്ലോ. അവള് വന്ന എനിക്കെന്ത് സന്തോഷാണെന്നറിയോ. അതുമല്ല, ഇത് അവളുടെ കൂടെ വീടല്ലേ. അവളുടെ ചേട്ടൻ, ചേച്ചി എല്ലാവരും ഇവിടെയല്ലേ ഉള്ളത്. ഹലോ ഹലോ, കാട്ടുപോത്തെ അവിടെ നിൽക്കാൻ. ഇവരെല്ലാം നിക്നെയിം വിളിച്ചാലേ കേക്കത്തോളെന്നാ തോന്നുന്നേ. വിളിച്ചപ്പോ ഞാൻ നിന്നല്ലോ, പിന്നെന്താ ഒന്നും പറയാത്തെ? വിളിച്ചപ്പോ നിക്കാത്തോണ്ട് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യിപ്പിച്ചതാ. അത് വിട്ടേക്ക്. നിങ്ങൾ അവിടെ എന്താ ചെയ്തോണ്ടിരുന്നെന്ന് പറയൂ. എവിടെ, എപ്പോ, ആരാ? അയ്യോ ദൈവമേ, ഇങ്ങനൊന്നും അഭിനയിക്കല്ലേ. ഞാൻ പണ്ടേ ഡിറ്റക്റ്റീവ് ബുദ്ധിയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. സിമ്പിൾ ആയിട്ട് ചോദിച്ചാ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആൻസർ പറയണം, അത്രേ. നിങ്ങൾക്ക് പതിയെ സംസാരിക്കാൻ അറിയില്ല, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ. ആണോ? ഞാൻ വോയിസ് മോഡുലേഷനിലെ എക്സ്പേർട്ടാ. അതല്ല, നിങ്ങള് ഓട്ടോ ആർക്കോ കൊടുക്കുന്ന പോലെ കണ്ടായിരുന്നല്ലോ. എന്താ, എന്തു പറ്റി? നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യടാ, നിങ്ങൾ ആരെ ഈ മണ്ടിയാക്കാൻ നോക്കുന്നേ? എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്നെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുവാണോ? അതൊക്കെ വിട്ടിട്ട് കാര്യം പറയുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ എല്ലാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് പറയേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്റെ ഭാഗ്യം. പറയുന്നുണ്ടോ? പൊട്ടിയെ പോലെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഈ കൈ വെച്ച് ഓട്ടോ ഓടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് ആരാണോ തന്നത് അവർക്ക് തിരിച്ചു കൊടുക്കും. പറ്റില്ല, പക്ഷെ കൈ ശരിയായി കഴിഞ്ഞ് ഓടിക്കാലോ. അതുവരെയുള്ള വാടക നിന്റെ അപ്പൂപ്പൻ കൊണ്ട് തരുമോ? ചോദിക്കായിരുന്നു. ജീവനോടുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കായിരുന്നു. പക്ഷേ എന്തു ചെയ്യാനാ? അല്ല, ഇനി മുന്നോട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഓട്ടോ ഓടിക്കുന്നത് കാരണം പഠിക്കാൻ കുറച്ച് ഹെൽപ്പ് ആകുമായിരുന്നു, ടൈമും കിട്ടുമായിരുന്നു. ഇനിയിപ്പോ എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ബ്രഹ്മാവ് ഇവന്റെ തലയിൽ ഏത് മോശ സമയത്താണാവോ എഴുതിയത്. ജോലി കിട്ടുന്നതും ജോലി കളയുന്നതൊന്നും എനിക്ക് പുതിയ കാര്യമേ അല്ല. ഒന്ന് പോയാൽ മറ്റൊന്ന് കിട്ടും. എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ നീ തന്നെ ചോദിക്കുന്നേ. ആദ്യം പോയിരുന്ന് പഠിക്കാൻ നോക്കും. കഷ്ടം തന്നെയാ നിന്റെ കാര്യം.
ഞാൻ ഓഫീസിലില്ലെങ്കിലും എന്റെ കള്ളച്ചെറുക്കൻ എന്റെ സാധനങ്ങൾ ആരെ കൊണ്ട് തൊടാൻ സമ്മതിക്കാറില്ല. ഭാവിയിലെ ഭാര്യയോട് ഇത്രയെങ്കിലുമൊക്കെ റെസ്പെക്ട് ഉണ്ടാവണം. നല്ല ഭർത്താവാനുള്ള എല്ലാ ലക്ഷണവും നിനക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വാ തുറന്ന് പ്രപ്പോസ് ചെയ്യാൻ മാത്രം അറിയില്ല. ആ ഒരു കാര്യത്തിന് മാത്രം നീ വലിയ പിശുക്കനാ. എത്ര ദിവസമായി നിന്നെ ഓഫീസിൽ കണ്ടിട്ട്? ഹലോ ബോസ്. അല്ലല്ലല്ല, വേദാന്ത്. ആ, ഞാൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചിട്ടുണ്ട്. അതിലുള്ള അറ്റാച്ച്മെന്റ് കൂടെ നോക്കണം. ആ, അതിലാണ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. യാ, ഇതൊക്കെ കുറച്ച് ഓവറാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലേ? കുറച്ച് കൂടുന്നുണ്ട് നിന്റെ അഹങ്കാരം. മുന്നിൽ വന്ന് നിന്നിട്ട് വെറുതെ പോസ്റ്റ് ആക്കുവാണല്ലേ നീ എന്നെ. നിന്നെ പോലെ ഒരു അഹങ്കാരിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. യാ, ഓഫ് കോഴ്സ്, ഐ നോ. ഇന്റർനാഷണൽ കോൾ ആയിരുന്നില്ലേ? അത് എപ്പോ ഡിസ്കണക്ട് ആയിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രേസി. നിന്റെ ഡ്രാമയൊക്കെ നിർത്ത്. എന്നെ കാണാൻ ഇത് അത്രയ്ക്ക് മോശമാണോ? നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വിശന്നിരിക്കുവാണല്ലോ എന്നോർത്ത് ഫുഡ് കൊണ്ട് വന്നപ്പോ നിന്റെ അഹങ്കാരമൊക്കെ എന്നോടാണോ കാണിക്കാൻ നിൽക്കുന്നേ? അല്ല, നീ നിന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഈ അമൂല്യ എന്ന് വെച്ചാൽ എന്താ നിനക്ക് തമാശയാണോ? ഞാൻ റൗഡി ബേബി ആണെന്നുള്ള കാര്യം നീ മറക്കണ്ട. ഇപ്പൊ നീ എനിക്ക് ബോസ് ഒന്നും അല്ല. എങ്ങാനും ഒച്ച വെച്ച് കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കി തരാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. എന്റെ അമൂല്യ മാഡം. ആ, കള്ളച്ചേർക്ക. ആ, ശരിക്കുവാണോ? എനിക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാൻ സമയമില്ല. നീ പൊക്കോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. കള്ളച്ചേർക്ക, മുൻഷൂട്ടുകാരൊക്കെ ഇപ്പൊ ഇങ്ങനെ ചിരിക്കാനൊക്കെ പഠിച്ചോ? നിന്നെ കാണിച്ചു തരാം. എനിക്കല്ല വട്ട്, നിനക്കാ വട്ട്. എല്ലാരെക്കാളും വലിയ വട്ട് നിനക്കാ. ചേട്ടന്റെ അടുത്ത് അമ്മ ഐ ലവ് യു പറയാൻ പോയിരിക്കുക. വൗ, വാട്ട് എ ഗ്രേറ്റ് ന്യൂസ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്താൽ എങ്ങനെയാ? ആരുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാ? ഇങ്ങനത്തെ വലിയ സീക്രട്ട് ഒക്കെ മറച്ചു വെക്കുന്നത് ഭയങ്കര പാപ. പറഞ്ഞേ പറ്റൂ. പക്ഷെ ആരുടെ അടുത്ത് പറയാനാ? ലോകത്ത് ഇയാള് മാത്രമേ ജോലി ചെയ്യുള്ളൂന്നോ അയാളുടെ ഒരു വിചാരം. ഹലോ ഏട്ടത്തി, സുഖമാണോ? ആടി, ഞാൻ സൂപ്പർ ആയിട്ടിരിക്കുന്നു. വേറെന്താ വിശേഷം ചേച്ചി? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എന്റെ സുഖവിവരങ്ങൾ അവിടെ ഇരിക്കട്ടെ. അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറ ഏട്ടത്തി. ഞാൻ നിന്റെ അടുത്ത് ഒരു അടിപൊളി കാര്യം പറയാനാ വിളിച്ചിരിക്കുന്നത്.